ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ മൂന്നാർ പോവാണ്. അതും നമ്മളുടെ ടൈഗറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ പോവാണ് മൂന്നാർ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ മൂന്നാർ പോകാൻ വേണ്ടി കലൂർ വരെ സാധാരണ ഞാൻ കാറിനാണ് പോകാറുള്ളത്, നമ്മളുടെ വണ്ടികളാണ്. പക്ഷേ ഇന്ന് ഞാൻ വേറൊരു സാധനത്തിനാണ്. ഈ ഒരു ഹോണ്ടയുടെ CB 350 ഹൈനസ്, ഇത്ര നല്ലൊരു 350 സെഗ്മെൻറ്റിലെ മോട്ടോർ സൈക്കിള് വേറെ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്ര നല്ല രസമുണ്ട്. ഞാൻ ഒരു വണ്ടിനെ പറ്റി പറയണമെങ്കിൽ അറിയാമല്ലോ, എനിക്ക് വേറെ കുറേ ബ്രാൻഡ്സൊക്കെ പലവരും യൂസ് ചെയ്യണ്ടാവും. പക്ഷേ എനിക്ക് വേറെ ഒരുപാട് 350cc ഞാൻ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു 350 സെഗ്മെൻറ്റില്ലേ നിങ്ങൾക്കൊരു കിട്ടില്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ 100 എടുത്തിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാടാ എന്തുകൊണ്ടാണ് നീ 100 എടുത്തത് ഈ CB 350 ഒക്കെ ഉള്ളപ്പോൾ. അവൻ പറഞ്ഞ പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കാനാണെങ്കിൽ വേറെ വണ്ടികളുണ്ട്. പക്ഷേ നിങ്ങളൊരു 350 സെഗ്മെൻറ്റ് വണ്ടി ഒരു 3 ലക്ഷം രൂപ താഴെ നോക്കുകയാണെങ്കിലേ എന്തായാലും നിങ്ങൾ ഈ ഒരു വണ്ടിയില്ലേ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ കലൂർ വരെ ഈ വണ്ടിക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്, നമ്മളുടെ CB 350ക്ക്. ഇത് നമ്മുടെ ഷോറൂമിൽ വെച്ചിട്ട് നമ്മുടെ ടൈഗർ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത മൂന്നാർ വരെ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് നമ്മളവിടെ പോണത്, ഫുഡ് കാര്യങ്ങൾ, ട്രാവല്, പിന്നെ സ്റ്റേ, അവിടുത്തെ ആംബിയൻസ് എല്ലാം ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അന്തനെ പോയി പിക്ക് ചെയ്യാം. ഞാൻ അന്തനെത്തി കയറ പോവാം. അപ്പോൾ നമ്മുടെ CB ആയിട്ടാണല്ലോ നമ്മൾ കലൂർ വരെ പോകണത്. കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് CB 350 ഹൈനസ്. നമ്മുടെ അന്തന് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി പറഞ്ഞ്, അവനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ വണ്ടി ഇതുവരെ. പക്ഷേ അതുകൊണ്ട് അവൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഇത് ഓടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടില്ലേ ഇവൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കണമുണ്ട് ഈ വണ്ടീനെ പറ്റി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഹോണ്ട നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ആ ഒരു റിഫൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും കാണണ്ട. ഞാനൊക്കെ കോളേജിൽ പോകുമ്പോൾ തൊട്ടേ ജ്യൂസ് കുടിക്കുന്ന ഒരു കടയിൽ പോകാണ്ട, അവിടെ നല്ല ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഒക്കെ കിട്ടും. എവിടെയാടാ? കല്യാണിയുടെ ഓപ്പോസിറ്റ് അല്ല, കല്യാണി വരെ ഇതിനോട് കുറച്ച് പോകണം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ആ ഒരു ജ്യൂസ് ഷോപ്പ്. അവർ ഒന്നൊന്നര അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആണ്. ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് നമ്മൾ മധുരം കഴിക്കണം, മധുരിട്ട് കഴിച്ചാൽ പോയി. അതാണ് നമ്മളുടെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കിൻ്റെ കട. അവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേ റൈറ്റഡ് അതേ കാണുന്നത് അത് തന്നെ. ആ ഒരു കുഞ്ഞു കട ആണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷേക്കിൻ്റെ കട. അവിടെ എല്ലാ ടൈപ്പ് ജ്യൂസും ഉണ്ട്. അല്ലിയാൻ സിൽക്സിൻ്റെ അടുത്തായിട്ടാണ് കട. കാണിച്ചു തരാം, അതേ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക്. ഇത് കുടിച്ചാട്ടി കൂടിയാണ്ട അല്ല എന്താ, കോളേജ് തൊട്ട് കാലം തൊട്ട് എൻ്റെ ഫേവറേറ്റാണ്. ഉണ്ട് കൊള്ളാം. അങ്ങനെ നമ്മളുടെ ചെങ്കോട്ടയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഇവനായിട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടൈഗർ 900. ഒരുത്തനുള്ളിൽ നിൽപ്പുണ്ട്. അവൻ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന പ്രകൃതിനോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ വിവേക്. കണ്ടല്ല, അവൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ഇതാണ് നമ്മുടെ പുലിക്കുട്ടി കടുവനായിട്ട് നമ്മളിന്ന് പോണത്. അപ്പോൾ പോവാല്ലേ. നമ്മുടെ ഇനി ഔഡി വരാനുണ്ട്. ഔഡി ഇവിടെ സാബുക്ക് ഇപ്പോൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്, എടുത്തുകൊണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതും ഇതൊക്കെയായിട്ടാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. കമോൺ ലെറ്റ്സ് ഗോ. അയ്യോ കീഴിൻ്റെ ഉള്ളിലാണ്. എടാ വിവേക് ടൈഗർ കീ വാടാ. കണ്ട നമ്മുടെ കളക്ഷൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. टाइगर शिकार तो सब करता है, लेकिन टाइगर से भी बेहतर शिकार कोई नहीं करता. അങ്ങനെ നമ്മുടെ ഔഡി A4 എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഡിക്കിയിലേക്ക് നമ്മുടെ ബാഗൊക്കെ അതിൽ ലോഡ് ചെയ്യട്ടെ. എന്നെ ചെറിയ ബാഗ് എടുത്തുള്ളൂ, അപ്പോൾ ഒക്കെ ഒന്ന് ലോഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഓപ്പൺ ദ ഡോർ. കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, സാബുക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത യാത്രയിലേക്ക് പോവാം. ഓടിവാടാ. അങ്ങനെ നമ്മളെ അരിഞ്ചേട്ടനും സാബുക്കയും കൂടെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് വണ്ടി എടുത്ത് പ്ലാൻ ചെയ്യാം. എടാ ഡിക്കിയിൽ വണ്ടി സാധനങ്ങളൊക്കെ പോട്ടെ. ഔഡിയിൽ ഫ്യൂവൽ അടിക്കണം. നമ്മൾ ജിയോ എന്നാണ് അടിക്കണത്. അപ്പോൾ കുറച്ച് പൈസ കുറവുണ്ടാവും. പക്ഷെ നമ്മുടെ ടൈഗറിന് നമുക്ക് ജിയോ ഒന്നും അടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്ത്യൻ ഓയിലിൽ നിന്ന് അടിച്ചത് നിങ്ങൾ കണ്ടായിരുന്നല്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ടൈഗറിലാണ്. വണ്ടിതേ നല്ല കുട്ടപ്പനായിട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ. ഷോ യു വിൽ ഹാവ് ഫൺ വെൻ യു ഹാവ് ടൈഗർ. അതാണ് ഇതിൻ്റെ
എൻ്റെ ഒരു ടാഗ് ലൈൻ ഞാൻ പറയാറ്. ഇതായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇതിൻ്റെ വീഡിയോ ആയിരിക്കും. 15 ലിറ്റർ ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ട്. ഏകദേശം 1650 രൂപ വന്നു. നമ്മുടെ ഔഡിയിൽ നമ്മൾ ഏകദേശം 40 ലിറ്റർ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഔഡി അവിടെ ഓടിയെത്തണ്ടേ. അപ്പോൾ അരിഞ്ചേട്ടൻ, നിസാബുക്ക, വിവേക്, പിന്നെ അന്തപ്പൻ എല്ലാവരും ഈ വണ്ടിയിലാണ്. അപ്പോൾ അവർ ഫ്യൂവലൊക്കെ അടിച്ചിട്ട് ഓടോ അവിടെ ക്യാമറ നിൻ്റെ വെച്ചോ. ടൈഗർ ഓടിക്കുന്ന റോജനാണ്. റോജൻ ടൈഗർ. അത് നമ്മള് ജിയോ പമ്പ്. അവിടെ 2 രൂപ കുറവുണ്ട്. വേറൊരാൾ കൂടെ ഉണ്ട്. ജിയോട് ജിയോ പമ്പിലാണ് നമ്മളുള്ളത്. ജിയോ പമ്പിൽ ഇത് ഡുക്കാട്ടിയാണ്. അവിടെ EVM വീൽസിൽ ഇപ്പോൾ പുതിയ റെൻ്റൊക്കെ തുടങ്ങിയുണ്ട്. നീ ഒരു പണി ഇതിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി റെൻ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ. ഇതെന്താണ് അമ്പലോ ചൂവാക്ക് വരിട്ടിരിക്കാൻ? എന്താണ് എന്താ പരിപാടി? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വണ്ടി എടുക്കട്ടെ, പിടിച്ചോ. നല്ലോണം കുലിക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു എനർജി ഗ്ലൂക്കോസ് ആയിട്ട് എടുക്കരുത്. ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. ബീഫ് പറഞ്ഞിട്ടുണ്ട്, പിടി പറഞ്ഞിട്ടുണ്ട്. പിടി, കോഴിപ്പിടി അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാമല റെസ്റ്റോറൻറ്റിലെ പൊറോട്ട, ബീഫ്, 65, പിന്നെ വെള്ളയപ്പം, കപ്പ. അപ്പോൾ പിടി എല്ലാം കൂടെ ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാം. കഴിച്ചോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ എവിടെ എത്തിയിട്ടുണ്ട്. ഇതുണ്ട വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ടൈഗർ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ തിരിച്ച് മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആനയുണ്ടാവും, കാടുണ്ടാവും, പുലിയുണ്ടാവും, കൂടെ നമ്മുടെ കടുവയുണ്ട്. സ്ഥലം എനിക്കറിയാൻ പാടില്ല, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളത് ഔഡിയും ഇവിടെ കാര്യങ്ങളെല്ലാം എല്ലാവരും റിലാക്സ് ചെയ്ത് നൈസ് റൈഡാണ്. നമ്മുടെ ബായ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് കൊടുങ്കാടാണ്. എവിടെ എന്നാ ഒരു ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നാണ്. 2 ചിക്കൻ നമ്മളവിടെ പോയിട്ട് ബാർബർക്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. 2 ചിക്കൻ. ചിക്കൻ ബാർബിക്യൂ മസാല വെച്ചപ്പോൾ ഇത്ര മസാല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ മസാല എടുത്തോളാൻ പറഞ്ഞു. ഉണ്ടാവോ എന്തോ. ഇതാണ് ശരിക്കും ഒരു കാടിൻ്റെ ഫീല്. ഇപ്പം സമയം 7:57. ആ ടൈമിലാണ് ഞാൻ ഈ രാത്രി കാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഒന്നൊരു വേറെ ഫീല് തന്നെയാണ് ഗൈസ്. സത്യം പറയാല ഇപ്പം നല്ല ഒരു പ്രത്യേക ഫീലാണ് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി. അത് ഈ കാടിൻ്റെ നടുക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല ഇതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന്. ഇതൊരു ബുള്ളറ്റ് ഇവിടെ ഇടിച്ച് കിടപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് ഇപ്പം അത്യാവശ്യം എത്ര മണിയാണെന്ന് അറിയോ? 7:11. പക്ഷെ കാടിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കുറവായിരിക്കും. ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാട്ടാ. ഇതിപ്പോൾ നമ്മുടെ ഔഡിയും ഞാനും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു വണ്ടിയും പിന്നെ ഇപ്പോൾ ബാക്കിൽ ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ സമയത്ത് വന്നോട്ടാ. രാവിലെ ഒന്നും വന്നിട്ടൊരു കാര്യമൊന്നുമില്ല. ഈ ഒരു സമയത്ത് വന്നതിനാൽ പൊളിയായിരിക്കും. എനിക്കെന്തോ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷവും ആശ്വാസവും എല്ലാം കൂടെ കൂടിയൊരു റൈഡായിട്ട് നമുക്കിത് കാണാം. അങ്ങനെ രാത്രി നമ്മളിതാ നമ്മളുടെ ജംഗിൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ജംഗിൾ പാലസ്. അവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നേരെ കാണണം. നോക്കി നിങ്ങൾ നമ്മുടെ ടൈഗർ അവിടെ ഇരിപ്പുണ്ട്. മേളിലൊരു ഹട്ടുണ്ട്. എൻ്റെ മേളിൽ കയറി ചെന്നതിനാൽ ഈ ഹട്ട് കാണാം. ഇതാണ് നമ്മളുടെ ചെറിയ ഒരു പാലസ്, ജംഗിൾ പാലസ്. അപ്പോൾ ജംഗിളിൻ്റെ ഉള്ളിലാണ് ഈ ജംഗിൾ പാലസ്. ഇതാ നമ്മളുടെ ടൈഗർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളുടെ ഔഡി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഓക്കെ. എന്താ പൂച്ച വേടി പോയാ? സോറി, ആ പൂച്ചനെ കണ്ടില്ല. അപ്പോൾ നമ്മളുടെ വണ്ടിയൊക്കെ നമുക്ക് ഓഫ് ചെയ്തിട്ട് അടുത്ത പരിപാടികൾ പിടിക്കാം. ടൈഗർ ഡ്രൈവ് ജംഗിൾ റിസോർട്ട്. ഞാൻ മൊത്തം അത്യാവശ്യം പൊടിയൊക്കെ അടിച്ച് കരിഞ്ഞിരിക്കുകയാണ്. നോക്കി നിങ്ങൾ ഇവിടുത്തെ ആംബിയൻസിൽ ഒരു രക്ഷയിലട്ട. അടിപൊളി ആംബിയൻസ്. ജംഗിൾ പാലസ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറെല്ലാം കൊടുത്തേക്കാം. ജംഗിൾ പാലസ്. ഇതാണ് നമ്മളുടെ പാലസ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ദേ അയ്യോ ദേ സാവുക്കൊരു പൂച്ചേനെ വിളിച്ചല്ലോ.
പിടിക്ക് പിടിക്ക് സാവുക പിടിക്ക് 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 പിടിക്ക്. അയ്യോ സാവുക പിടിക്ക്. എന്താണ് പൊട്ടുകളഞ്ഞ പിടിക്ക്. സാവുക്കുണ്ട് ഇവിടെ അന്തരുണ്ട്, നമ്മളുടെ ബായ ഉണ്ട്, പിന്നെ വിവേക് ഉണ്ട്, മേളില് ഹട്ടുണ്ട്, ഇവിടെ നമ്മുടെ പൾസർ 120 220, ടൈഗർ, ഔഡി. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റ്. അതെന്താ സാവുക ട്രീ ഹൗസ് ഞങ്ങളുണ്ട്. അതെ ഇതെന്ത് ഇങ്ങോട്ടുള്ള വഴിയാ? കുറച്ച് ബാക്കിലെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്, കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ആണോ? അതാണ് ഒരു തണുപ്പ് വെള്ളം. 1400 ഏക്കർ ഇതാണ്, കാടാണ്. ആണോ? പക്ഷെ വന്നപ്പോ കൊള്ളാം, നൈസ്, ഇഷ്ടപ്പെട്ടു. ഓറഞ്ച് എവിടെ? എവിടെ ഇതാ ബാക്കി കാണുന്നത്? ഏത്? ഇതാണ് ഓറഞ്ച്. റംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ പൂച്ച വന്നായിരുന്നാണ്. പഞ്ച് ഫേസ് എന്നാണ് വേണ്ടി പേര്. വാടാ ഇരിക്കണ. ഇവിടെ ഒരു എന്താണ് സംഭവം ഞാൻ കാണിച്ചത്. ഇതൊരു റൂമാണ്. അല്ല ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 ബെഡുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ബെഡുണ്ട്. എന്താ ലുക്കല്ല ഇരിപ്പ് നിങ്ങൾ കണ്ട? എൻ്റെ മോനെ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ഇരിപ്പ് കണ്ടാൽ തന്നെ ആള് വീണു പോകും. വേണ്ടവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ, നമ്പർ ഡിസ്ക്രിപ്ഷൻ. ഈ സ്ഥലം കൊള്ളാം, നല്ല ക്ലൈമറ്റ്, മേളായ മരങ്ങളൊക്കെ കണ്ട, സ്റ്റാർസ് എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാണ്. നമുക്ക് സ്പീക്കർ ഉണ്ട്, പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്, അപ്പുറത്ത് നമ്മുടെ ബാബിക്യൂ ഉണ്ട്. എല്ലാം നമ്മളങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കാർ പോർച്ചിൽ വണ്ടി ഇട്ടിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഗൈസ്. നമ്മുടെ ബോയ്സ് ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാരും കിടക്കാണ്. വന്നാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ നേരിട്ടാണ്. പലപ്പോ ട്രീ ഹൗസിലൊന്നുമല്ല, മേളിലും മച്ചൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി ബെഡുണ്ട്, സാവുക അവിടെ ഉണ്ട്, വിവേക അവിടെ ഉണ്ട്, ചേട്ടൻ നടന്നു വരുന്നുണ്ട്. രാത്രി ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് രാവിലെ ലേറ്റ് ആയിട്ട് നൈറ്റ്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇതേണ്ടില്ലേ ട്രെയിൻ സാധനങ്ങളൊക്കെ ഇട്ട് ഇതേ പുറത്തേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ഔഡി ഒന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി. സാബുക്ക ഔഡി ഒന്ന് കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഇതേ പൈപ്പൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. പൈപ്പൊക്കെ എടുത്ത് എവിടെ പോണേ? പൈപ്പ് എടുത്ത് എവിടെ പോണേ? ആരാ നോക്കി പോയി പോയാ? അവിടെ വണ്ടി ടൈഗറുണ്ട്. ടൈഗറൊന്ന് സെറ്റ് ആക്കി നമുക്ക് ഇപ്പം അങ്ങോട്ട് പോവാം. എന്താണത്? വാഷിങ്ങാ? എന്താ ആംബിയൻസ് അല്ലേ? ഓക്കെ, എന്താ ആംബിയൻസ്. ഇന്നലത്തെ രാത്രിത്തെ ട്രീ ഹൗസ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമുണ്ടാ നമ്മളിന്നുള്ളത്. മാതിരി സ്ഥലം നോക്കി നിങ്ങൾ. ആക്കിയൊക്കെ എടുത്ത് സീൻ നൈസ് ലുക്കാണ്. ആംബിയൻസ് ഒന്നും രക്ഷയില്ല. അതാണ് അവിടുത്തെ ആംബിയൻസ്. ഇവിടെ കൂട്ടും കാടിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ, അത് മനസ്സിലാക്കണം. കൂട്ടും കാടിൻ്റെ ഉള്ളിൽ ആംബിയൻസിലാണ് പോലെ സീൻ. ഓക്കെ, വേറെ ഏതൊരു വലിയ കൺട്രിയിലൊക്കെ പോയൊരു ഫീൽ കിട്ടും. അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ റോഡ് ഇത്തിരി മോശമാണ്, ടെറൈനൊക്കെ കുറച്ച് സീനാണ്. അപ്പോൾ നമ്മളിനി നേരെ ഇതിൻ്റെ മേളിലേക്ക് പോകാൻ വേണ്ടി പോകും. ഇവിടെ നിന്ന് കയറി നേരെ മേളിലെത്തണം, എന്നാലാണ് നമ്മുടെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ അത്യാവശ്യം വെയിലായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാൽ വീഡിയോ എടുക്കും അല്ലേ? ഏക്ക് നമ്മളെ വണ്ടി വേഗം അവിടെ നിന്ന് വന്നോ നോക്കി. എൻ്റെ പൊന്നോ മേളിൽ നിന്ന് അവിടെ സൂക്ഷിച്ചു തന്നെ. എന്താ പൂച്ചനെ പിടിക്കാൻ പോകുന്നുണ്ട്.
പൂച്ചേനെ നോക്കിയൊക്കെ നമുക്ക് പണ്ടേ പൂച്ച ഒരു വീക്ക്നെസ് പൂച്ചേനെ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മൂന്നാറിലെ ഓറഞ്ചാണ്. ഇതാണ് ചിക്കൻ കറി 3. ഹായ് ഗൈസ്, ഹലോ ഹലോ ഹലോ. അങ്ങനെ നമ്മുടെ ടൈഗർ മുമ്പിൽ പോയിട്ടുണ്ട്, വ്യൂ പോയിന്റിലേക്ക്. നമ്മൾ അവിടെ പോയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ടൈഗർ മുമ്പിൽ പോയി അപ്പോൾ കുറച്ച് കസേര കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ പോയിന്റിൽ പോകുമ്പോൾ ഇരിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. മര്യാദക്ക് വണ്ടിക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പം അത് നടന്നുകൊണ്ട് അവസ്ഥയായി. മര്യാദക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നടക്കും, ഫുൾ പവറാന്ന് പറഞ്ഞു. പണിപാളി. ഇനിയിപ്പോൾ അവിടം വരെ കഷ്ടപ്പെട്ട് നടന്നു പോകണം. ഞാനുണ്ട്, വിവേകുണ്ട്, അന്തനുണ്ട്, ഹരിഞ്ചാട്ടനും സൗകര്യങ്ങളും അങ്ങോട്ട് പോയി. ബാക്കി നമുക്ക് അവിടെ തൊട്ടടുത്താണ്. പോയപ്പോൾ ഇത്ര ദൂരം ഉണ്ടാവില്ല. അവിടെ ഒരു മേജർ അടക്കമുണ്ടോ? ഇന്നൊരു 6 ലക്ഷം രൂപയ്ക്ക് വണ്ടിക്ക്. ഇറങ്ങിയ സമയത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നും വില ഒന്നും ഇടിഞ്ഞിട്ടില്ല. അത് 4 വീലിലാണ് കേട്ടോ വില. 2 വീലിന് വലിയ ഇറക്കത്തില്ല. പക്ഷെ 4 വീലിന് കണ്ടറാണെങ്കിൽ ഒരു 10. നമ്മളൊരു ചെക്ക് ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ട മീനാണ് ഫുള്ള്. വെള്ളമൊന്നും അല്ല മീൻ. വടി 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 മീനാണ് കാര്യം പറഞ്ഞ മീൻ മണ്ണുണ്ടല്ലേ. കണ്ട 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 ഹോമടത്തി പോണ്ട. അടിയിന്ന് ഷൂട്ട് ചെയ്താലോ? ഇപ്പൊ ഷൂട്ട് ചെയ്യണ്ട അടിയിന്ന് ഞാൻ പറയാം. നിറച്ചും മീനാണ്. അപ്പൊ പിന്നെ അടുത്ത് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അത് ഒരു കസേര അവിടെ വെച്ചിട്ട് പോകണം. ഇത് വേറൊരു റിസോർട്ടാണ്. നേരെ കാണണ്ട ഫുള്ളും മലയാണ്. അവിടെയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഇവിടെ 3-4 ആടൊക്കെ കിടപ്പുണ്ട്. ആട് കുഞ്ഞുങ്ങൾ ഇതായിട്ട് താമസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ വരാമെന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. വൈബായിട്ട് ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ കൊടുത്തേക്കാം. അവിടെ നിന്ന് എടുക്കുക, വിളിക്കുക, വരിക. ഇത് നമ്മളുള്ള സ്ഥലം നോക്കിയാൽ ഇവിടെയാണ് നമ്മളുടെ ഷൂട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. കുറേ നേരം നിങ്ങളടുത്ത് പറഞ്ഞാൽ ഷൂട്ട് നടക്കുമെന്ന് ചോദിച്ചൊന്നും നടന്നില്ലെന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് കമ്പം തേനി അല്ലേ നമുക്ക് അടുത്ത ഇവിടെ കുറച്ച് അവിടെ ഇരുന്ന് അത് കറുകപ്പ പറയോട്ടെ. അരിഞ്ചേട്ടൻ ഇവിടെ ഉണ്ട്. അത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നല്ല ഡീസൻ്റാ. എടാ നീ എന്താ അറിയണ? എടാ ഇതെന്താണിത്? ഇതെന്ത് പണ്ടാരാണ്? ഇത്തിരി വെയിൽ കൊള്ളട്ടാ. ഇയാളാര് സായിപ്പാ? ദൈവമേ എന്താ വ്യൂ അല്ലേ. സീനട്ടാ. സൗകര്യ ബാക്ക്ഗ്രൗണ്ട് കാണണം. വെറുതെ അടിപൊളി ആക്കി എടുത്താറുണ്ട്. ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. ആ എല്ലാം തരാം കേട്ടാ. ഏത് മല? അക്കാണും മാമലയൊന്നും നമ്മുടെതെല്ലാരും ചേട്ടാ. ആ മുട്ടായി കൂടെ ഇടിച്ചിട്ടാണോ മാസ്റ്റർ ഷെയർ. അങ്ങനെ നമ്മളുടെ വണ്ടിയൊക്കെ നമ്മള് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ വിശന്ന് ഇതേമാതിരി കപ്പ ബിരിയാണി ഒക്കെ ഉണ്ട്. എന്താണ് ചീസാണ്? ചീസ് ഉണ്ട് എൻ്റെ അത് കൊള്ളാം. വെറൈറ്റി കപ്പ ബിരിയാണി ഉണ്ട്. ഞാൻ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ കോഫി. ഇതാണ് ഒരു ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും